ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ വീണ്ടും വന്നോട്ടാ. ഇന്ന് നമുക്ക് നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാവാ. ഒരു കുന്ന് മാങ്ങയും മാമ്പഴൊക്കെ ആയിട്ട് മുളർന്നു കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഡിഷസൊക്കെ ഈ ആഴ്ചയിൽ നമ്മുടെ അതാവൂട്ടാ. എല്ലാവരും വിചാരിക്കാതിരിക്കട്ടെ, അവള് വന്നു അവളെ മാങ്ങയും മാമ്പഴവും കൊണ്ടെന്ന് പറയായിരിക്കും. അതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് പോവാം. എല്ലാവരും ആയോ? അപ്പൊ പിന്നെ നമ്മുടെ മറ്റേ കാര്യം മറക്കരുതിട്ടാ. എന്റെ മാമ്പഴ പുളിശ്ശേരിനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടാ. അതെ, അപ്പൊ നമുക്ക് മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാന്ന് നോക്കാട്ടാ. അതിനായിട്ട് ഒരു 4 മാമ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആ തൈരിലാണ് ഞാൻ നാളികേരം അരക്കണത് കേട്ടാ. അപ്പൊ അതൊക്കെ അരച്ച് വെച്ചതിന് ശേഷം മാങ്ങ തൊലി പൊളിച്ച്, തൊലി ചെത്തരുത്, തൊലി നല്ലോണം പൊളിച്ചെടുത്തിട്ട് അതിലേക്ക് മിളകും പച്ചമുളകും ഉപ്പും ആവശ്യത്തിന് ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മളത് വേവിക്കാൻ വെക്കുന്നു. പാകത്തിന് വെള്ളമൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മള് അടുപ്പത്ത് വെക്കാണ് കേട്ടാ. പിന്നെ അതിലേക്ക് നമ്മളൊരു കാര്യം കൂടി ചേർക്കലുണ്ട്. ബെല്ലം ചെറുത് 2 ബെല്ലം എടുത്തിട്ട് അതൊന്ന് പൊടിച്ച് അതിലേക്ക് ഇട്ടിട്ട് ആ മാങ്ങയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഗ്രേവി ഒന്ന് ഉടയാൻ, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. അപ്പൊ അതൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്പി കൂട്ടി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കണം കേട്ടാ. അപ്പൊ നമ്മുടെ മാമ്പഴം അവിടെ കിടന്നിട്ട് നല്ലോണം തിളക്കട്ടെ. അപ്പൊ മാമ്പഴമൊക്കെ വെന്തൊരുവിധം ആയതിനു ശേഷം നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ച് അതും നല്ലോണം ഒരുവിധം ഒന്ന് തള വന്നതിന് ശേഷം, അങ്ങനെ അങ്ങോട്ട് നല്ലോണം തിളച്ച് ഇതാവണ്ട. നമ്മൾ തൈരിലാണല്ലോ ഇതാക്കിയിട്ടുള്ളത്. അപ്പൊ നല്ലോണം 2-3 തളയൊക്കെ വന്ന് ഇതായതിനു ശേഷം നമ്മള് അത് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കാനായിട്ട് നെയ്യിലാണ് നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് എടുക്കണത് താളിക്കാൻ. അപ്പം കടുക്, ഉലുവ, വറ്റൽമുളക്, വേപ്പില. ഉലുവ നിർബന്ധമാണ് കേട്ടോ. ആ ഉലുവേരെ ഒരു മണാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആ നെയ്യിലെ ഉലുവ പിന്നെ പൊട്ടിക്കണത്. പിന്നെ ഒരു ലേശം മുളക് പൊടി ഇടുക, അതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ കറി കാണുമ്പോ തന്നെ ഒരു സൂപ്പർ അല്ലേ, അതിന് വേണ്ടിയിട്ട് ഭംഗി. അപ്പൊ തന്നെ അതൊന്ന് മൂടി വെക്കുക കുറച്ചു നേരം. അപ്പൊ അതിന്റെ മണം ഇതൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ പൊന്നു അവിടെ ചോറ് ചോദിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ പൊന്നൂന് അങ്ങടെ മാമ്പഴ പുളിശ്ശേരി കൂട്ടിയിട്ട് അങ്ങടെ കൊടുക്കാൻ അങ്ങട് എങ്ങനെയുണ്ടെന്ന് ആളെ തന്നെ പറയട്ടെ, ടേസ്റ്റ് ഉണ്ടോ ഇല്ലല്ലോ. അപ്പൊ പൊന്നിന് ചോറ് കൊടുക്കട്ടെ നമുക്ക്. ഉണക്കമാന്തല് വറുത്തതും ഉണ്ട്, പപ്പടവും ഉണ്ട്. അപ്പൊ ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. പൊന്നുവിനെ കൊടുക്കാം ആദ്യം. പൊന്നു വായ തുറക്കടേ. ആ എങ്ങനെയുണ്ട് പൊന്നോ? പൊന്നുവിന്റെ മാർക്ക് വീണു കേട്ടാ. സൂപ്പർ.